ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കറിക്ക് ഉപ്പ് കൂടിയാൽ അല്ലെങ്കിൽ മീൻ കറിയിൽ പുളി ചേർക്കാൻ മറന്നുപോയാൽ, എരിവ് കൂടിപ്പോയാൽ കറിയുടെ രുചി തന്നെ തെറ്റും. പിന്നെ വായിൽ വയ്ക്കാൻ കൊള്ളില്ല. ഞാനിന്ന് പറയാൻ പോകുന്നത് കറിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ കൂടിപ്പോയാൽ എന്ത് ചെയ്യണമെന്നാണ്. ആദ്യമേ പറയട്ടെ, പച്ചക്കറികളും പയർവർഗ്ഗങ്ങളും പാകം ചെയ്യുമ്പോൾ പകുതി വേവായ ശേഷം മാത്രം ഉപ്പ് ചേർക്കുക. കറിയിൽ ഉപ്പ് കൂടിപ്പോയാൽ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് ചേർത്താൽ മതി. സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതെടുത്തു മാറ്റാം. തൊലി ചെത്തിയ പച്ച ഉരുളക്കിഴങ്ങാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇടത്തരം ഉരുളക്കിഴങ്ങ് ഒരു 4 കഷ്ണമായിട്ട് മുറിച്ച് ഇടാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വിദ്യ, ചപ്പാത്തി മാവ് ഒരു വൃത്തിയുള്ള തുണിയിൽ പൊതിഞ്ഞ്, അതായത് കിഴി കിട്ടുന്ന പോലെ ചെയ്തിട്ട് കറിയിലിടുക. കറി പാകമായ ശേഷം ഇതെടുത്ത് മാറ്റാം. ഒരു ചപ്പാത്തിക്കുള്ള മാവിൻ്റെ ആ അളവിലെടുത്താൽ മതിയാകും. ഇനി മറ്റൊരു രീതി പച്ചത്തക്കാളി ഉപയോഗിച്ചിട്ടുള്ളതാണ്. പച്ചത്തക്കാളി 4ആയി അരിഞ്ഞ് കറിയിലിട്ടാൽ കറിയിലുള്ള അമിതമായ ഉപ്പ് മാറിക്കിട്ടുന്നതാണ്. മറ്റൊരു എളുപ്പവഴി, ചോറ് കിഴികിട്ടി കറിയിൽ കുറച്ച് സമയം ഇടുക. അതിനുശേഷം നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോഴേക്കും അമിതമായിട്ടുള്ള ഉപ്പ് മാറിക്കിട്ടും. പണ്ട് കാലത്തൊക്കെ ചെയ്തിരുന്ന ഒരു രീതി എന്ന് വെച്ചാൽ, കരിക്കട്ട കഴുകി കറിയിലിടും. കറി പാകമാകുമ്പോൾ കരിക്കട്ട കോരിയെടുത്ത് കളയാം. ഈ രീതിയും ഉപയോഗിച്ചിരുന്നു പണ്ട് കാലത്ത്. ഇന്നതത്ര കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. കാര്യം എല്ലാവരും ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കരിക്കട്ട കിട്ടാനൊന്നും ഇല്ല. തോരൻ പോലുള്ള കറിക്കാണ് ഉപ്പ് കൂടുതലെങ്കിൽ ഒരൽപ്പം തേങ്ങ തിരുമിയത് കൂടുതലായിട്ട് ചേർത്താൽ മതിയാകും. അതുപോലെ മുട്ട വറുക്കാനായിട്ട് നമ്മൾ ശരിയാക്കി വെക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നത് അല്പം കൂടിപ്പോയെന്ന് തോന്നിയാൽ 1 സ്പൂൺ പാല് ചേർത്താൽ മതി. അല്ലെങ്കിൽ പാലില്ലെങ്കിൽ വെള്ളം ചേർക്കാം. മുട്ടയിലാകുമ്പോൾ അല്പം മുരിങ്ങയിലയോ ക്യാരറ്റോ ഒക്കെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴും അമിതമായിട്ടുള്ള ഉപ്പ് മാറിക്കിട്ടും. ഞാൻ ചെയ്യാറുള്ള ഒന്നാണ് തക്കാളി ചെറുതായി അരിഞ്ഞ് ടൊമാറ്റോ എഗ് ഫ്രൈ ഉണ്ടാക്കുന്നത്. അതും ഉപ്പ് കൂടുതൽ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.